അല്പസമയങ്ങൾ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഈ ശബ്ദഭാഷയുടെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. നാം ഇന്ന് കാണുന്ന ലോകം ഏറ്റവും അസമാധാനത്തിന്റെയും അസന്തുഷ്ടതയുടെയും നടുവിൽ ജീവിക്കുന്ന ഒരു ലോകമാണ്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് നോക്കിയാൽ ഇന്നത്തെ മനുഷ്യന് പണം ധാരാളമുണ്ട്, വിദ്യാഭ്യാസം ധാരാളമുണ്ട്, അറിവ് ലഭിക്കാനുള്ള മുഖാന്തരങ്ങൾ ധാരാളമുണ്ട്. മനുഷ്യന്റെ അവസ്ഥകൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ധാരാളം അറിവ് ഇന്ന് ലഭിച്ചിട്ടും, ധാരാളം വിദ്യാഭ്യാസം ലഭിച്ചിട്ടും, ധാരാളം ജ്ഞാനം ലഭിച്ചിട്ടും പഴയ കാലത്തേക്കാൾ ഒക്കെ ഉപരിയായിട്ട് മനുഷ്യരിലെ അധാർമികത പെരുകുകയാണ്. മനുഷ്യരിലെ മൃഗീയ സ്വഭാവം പെരുകുകയാണ്, തിന്മ പെരുകുകയാണ്. നമ്മുടെ സമൂഹത്തിൽ കൊലപാതകങ്ങൾ പെരുകുകയാണ്. വിപുലമായിട്ടുള്ള കാര്യങ്ങൾ, ദിനപത്രങ്ങൾ വായിക്കുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം. ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. മനുഷ്യനല്ലാതായി തീരുന്ന, മൃഗീയമായ സ്വഭാവത്തിന് അടിമയായി തീരുന്ന, മദ്യവും മയക്കുമരുന്നും അവനെ ഏത് തലത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് അവന് തന്നെ ഒരു ബോധമില്ലാത്ത ഒരു കാലയളവിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ എത്തുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ വിശുദ്ധ തിരുവെഴുത്ത് വിളിച്ചു പറഞ്ഞു, ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. എത്രമാത്രം സത്യമാണത്! ജ്ഞാനമുള്ള മനുഷ്യൻ വിവേകമില്ലാത്തത് കൊണ്ട് മൃഗത്തെ പോലെ പെരുമാറുന്ന ഒരു സാഹചര്യത്തിലല്ലേ നാം ഇന്നായിരിക്കുന്നത്? മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അനുഭവത്തിലല്ലേ നാം ഇന്നായിരിക്കുന്നത്? നാം ഒന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ സ്വന്തം സഹോദരനെ പോലും കൊല്ലുവാൻ തയ്യാറാകുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യൻ തന്റെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവുമായ സഹജീവികളോട് ക്രൂരമായി പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ പല ഉത്തരങ്ങൾ അതിനുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്ന് പറയുന്നത് അവന്റെ സ്വാർത്ഥതയാണ്. സ്വന്തമായ നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വന്തമായി സ്ഥാനത്തിന് വേണ്ടി, സ്വന്തമായിട്ട് ധനം സമ്പാദിക്കുവാൻ, സ്ഥാനം സമ്പാദിക്കുവാൻ, മാനം സമ്പാദിക്കുവാൻ, തന്റെ സഹജീവികളെ പോലും ഇല്ലാതാക്കുവാൻ മനുഷ്യൻ തയ്യാറാണ്. ബന്ധുമിത്രാദികളെ പോലും ഇല്ലാതാക്കുവാൻ മനുഷ്യൻ തയ്യാറാണ്. അതുകൊണ്ട് മനുഷ്യന്റെ മൃഗീയ സ്വഭാവം ഏറ്റവും പെരുകിയിരിക്കുകയാണ്. എന്നാൽ ഒന്ന് ചിന്തിക്കുക, ഈ നാം മറ്റുള്ളവരെ ദ്രോഹിച്ചും ഒക്കെ നേടുന്ന ധനം കൊണ്ട്, അല്ലെങ്കിൽ ധനം കൊണ്ട് മനുഷ്യൻ എന്താണ് പ്രയോജനം? ഏത് ധനവും അവസാനം ശവക്കല്ലറയുടെ അടുത്ത് വരെ ഏത് ധനവാനും എത്തുകയുള്ളതിന് അപ്പുറത്തേക്ക് ധനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പണം കൊണ്ട് ശവക്കല്ലറയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നും നേടുവാൻ മനുഷ്യന് കഴിയത്തില്ല. അതിനിപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, താൽക്കാലികമായ കാര്യങ്ങൾ മാത്രമേ നേടുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് ഏവർക്കും പരിചിതനായിട്ടുള്ള വ്യക്തിയാണ് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. ലോകം മുഴുവനും കീഴടക്കിയ വ്യക്തിയാണ്. ലോകത്തെ ഏറ്റവും പ്രശസ്തനും ശക്തനുമായ രാജാവാണ്. ആ രാജാവ് ഒരിക്കൽ സമുദ്രത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സമുദ്രമേ, നീ കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും കീഴടക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ പരപ്പിൽ അദ്ദേഹം കീഴടക്കാത്തതായിട്ടൊന്നുമില്ല. സകലവും അദ്ദേഹം കീഴടക്കി. സമുദ്രം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമുദ്രത്തോട് പറയുകയാണ്: സമുദ്രമേ, നീ കരയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ കീഴടക്കിയേനെ എന്ന് പറഞ്ഞ ലോകം കണ്ട ഏറ്റവും ശക്തനും ലോകം കണ്ട ഏറ്റവും ധീരനും മഹാനുമായ ചക്രവർത്തി, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, തന്റെ മരണക്കിടക്കയിൽ താൻ തന്റെ ചുറ്റും നിൽക്കുന്നവരോട് പറയുന്ന ചില വാക്കുകളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എങ്ങനെയാണ്: ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ മരണസമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, മരണശേഷം എനിക്ക് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ചുറ്റും നിന്നവർ ചോദിച്ചു, തിരുമനസേ, എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടത്? മരണശേഷം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്രകാരമായിരുന്നു: ഞാൻ മരിക്കുമ്പോൾ എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് വൈദ്യന്മാരായിരിക്കണം. എന്നെ ചികിത്സിച്ച എന്റെ വൈദ്യന്മാരായിരിക്കണം ശവമഞ്ചം ചുമക്കേണ്ടത്. തിരുമനസ്, എന്തുകൊണ്ടാണ് അങ്ങ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അലക്സാണ്ടർ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: എനിക്ക് ധനമുണ്ട്, എന്നെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ചികിത്സ കിട്ടുന്നത് എനിക്കാണ്. ഏറ്റവും കൂടുതൽ വൈദ്യന്മാർ ചികിത്സിച്ചത് എനിക്ക് വേണ്ടിയാണ്. പക്ഷേ ഏത് വൈദ്യനും മരണത്തിന്റെ മുമ്പിൽ നിസ്സഹായനാണ്. മരണത്തിന് മുമ്പിൽ മരണത്തെ ജയിക്കാൻ കഴിയുന്ന ഒരു വൈദ്യനും ഈ ലോകത്തില്ല. അതുകൊണ്ട് അത് തെളിയിക്കാനാണ് എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് അത് വൈദ്യന്മാരാണെന്ന് അലക്സാണ്ടർ പറയുവാനിടയായി തീർന്നു. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: എന്നെ അടക്കുന്ന ശവക്കല്ലറയിൽ സകലമാന സ്വത്തുക്കൾ കൊണ്ട്, ഞാൻ സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും കൊണ്ട് നിങ്ങൾ മൂടണം. എല്ലാവിധമായ ധനവും സ്വർണവും ഒക്കെ എന്റെ ശവക്കല്ലറയുടെ മുമ്പിൽ കൊണ്ട് വെക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: പണം കൊണ്ട് എല്ലാം നേടാം, പണം കൊണ്ട് സകലവും നേടാൻ കഴിയും, പണമുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നേടാൻ കഴിയും. എന്നാൽ മനുഷ്യന്റെ ജീവനെ രക്ഷിപ്പാൻ ഈ പണം കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേടി,
ഞാൻ ധനം നേടി, ധനം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടി, എന്നാൽ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ ധനത്തിന് കഴിയത്തില്ല, പണത്തിന് കഴിയത്തില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അലക്സാണ്ടർ പറഞ്ഞത്, എന്റെ ശവക്കല്ലറയുടെ മുമ്പിൽ എല്ലാവിധമായ ധനം കൊണ്ടും നിങ്ങൾ മൂടണം എന്ന് പറഞ്ഞത്. മൂന്നാമതായിട്ട് അലക്സാണ്ടർ പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്, എന്നെ അടക്കുമ്പോൾ ശവപ്പെട്ടിക്ക് പുറത്തേക്ക് എന്റെ 2 കൈകളും ഇടണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ലോകത്തിലേക്ക് ഇങ്ങനെ വന്നു, ഒന്നുമില്ലാത്തവനായി വന്നു, എന്നാൽ ഞാൻ എല്ലാം നേടി. എന്റെ ഈ 2 കരങ്ങൾ കൊണ്ട് ഞാൻ സകലവും കീഴടക്കി, ഈ 2 കരങ്ങൾ കൊണ്ട് ഞാൻ എല്ലാത്തെയും അടിച്ചമർത്തി ഞാൻ സകലവും നേടി. എന്നാൽ എന്റെ ഈ മരണസമയത്ത് ഞാൻ നേടിയതൊന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ നേടിയതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വെറും കൈയോടെ ഞാൻ മടങ്ങി വന്നു, വെറും കൈയോടെ ഞാൻ തിരിച്ചു പോവുകയാണ്, മടങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് എന്റെ ജീവിതം എന്ന് പറയുന്നത് മരണത്തിനപ്പുറത്തേക്ക് ഒരു വിലയുമില്ല ഞാൻ ഈ ഭൂമിയിൽ നേടിയത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം പറയുവാൻ ഇടയാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്രത്തോളം സത്യസന്ധമാണ് ആ വാക്കുകൾ. ഈ ലോകത്തിൽ നാം നേടുന്നതൊക്കെ, ഈ ലോകത്തിൽ നാം സമ്പാദിക്കുന്നതൊക്കെ ഒരർത്ഥത്തിൽ താൽക്കാലികമല്ലേ? എപ്പോഴാണ് മരണം നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്നതെന്ന് നമുക്കറിയുകയില്ല. മരണത്തിന് ശേഷം ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? മരണത്തിനപ്പുറത്തേക്ക് മനുഷ്യനൊരു പ്രത്യാശയുണ്ടോ? മരണത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതീക്ഷ മനുഷ്യനുണ്ടോ? പ്രതീക്ഷ ഇല്ല എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ, പ്രതീക്ഷ ഉണ്ടെന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ അതിലെ ചരിത്രം പറയുവാനാണ്, അതിലെ സത്യസന്ധമായ വാക്യങ്ങൾ പറയാനാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അതേ സ്നേഹിത, മരണത്തിനപ്പുറം ഒരു പ്രതീക്ഷയുണ്ട്. മരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. മരണം ഒരാരംഭം മാത്രമാണ്. ഒരു ഘട്ടത്തിന്റെ അവസാനവും മറ്റൊരു ഘട്ടത്തിന്റെ ആരംഭം മാത്രമാണ്. മരണം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മരണം എങ്ങനെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നുവെന്ന് മനസ്സിലാക്കണം. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടതാണ്. ആരാൽ സൃഷ്ടിക്കപ്പെട്ടു? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ദൈവമാണ് ആകാശം സൃഷ്ടിച്ചത്, ദൈവമാണ് ഭൂമി സൃഷ്ടിച്ചത്, സകലവും സൃഷ്ടിച്ചത്. സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയായിരുന്നു മനുഷ്യൻ. മനുഷ്യനെയാണ് ദൈവം എല്ലാവിധമായ ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നത്. ഈ മനുഷ്യൻ ദൈവത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്, ദൈവം ഈ മനുഷ്യനെ ദൈവത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ദൈവത്തെ പോലെ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് തെറ്റ് ചെയ്തു. മനുഷ്യൻ പാപിയായി തീർന്നു. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുവാനിടയായി തീർന്നു. പാപം ചെയ്ത മനുഷ്യൻ അവനിലേക്ക് രോഗം വന്നു, അവനിലേക്ക് അസമാധാനം വന്നു, അവനിലേക്ക് അസന്തുഷ്ടി വന്നു. ഇന്ന് ലോകത്ത് കാണുന്ന അസമാധാനത്തിനും അസന്തുഷ്ടിക്കും എല്ലാവിധമായിട്ടുള്ള പ്രതികൂലങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് പാപമാണ്. പാപമാണ് ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് വചനം പറയുന്നു. എന്നാൽ മരണം കൊണ്ട് നാം ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയല്ല. പാപത്തിന്റെ പരിണിത ഫലം മരണത്തിനപ്പുറത്തേക്കുമുണ്ട്. എന്താണ് പരിണിത ഫലം? പാപം ചെയ്ത വ്യക്തി മരിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. നിങ്ങൾ എല്ലാ മനുഷ്യരും പാപത്തിലാണ് ജനിക്കുന്നത്. പാപത്തിൽ ജനിക്കുന്ന മനുഷ്യൻ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിൽ മരിക്കുമ്പോൾ മരണശേഷം അവനെ കാത്തിരിക്കുന്ന നിത്യമായ ന്യായവിധിയാണ്. അതേ സ്നേഹിത, ലോകത്തെ എല്ലാ സന്തോഷവും നിങ്ങൾ അനുഭവിച്ചിട്ട് നിങ്ങൾ മരണത്തെ ഫേസ് ചെയ്യുമ്പോൾ മരണത്തിനപ്പുറത്തേക്ക് ഒരു പാപത്തിൽ ജീവിച്ച് മരിക്കുന്ന വ്യക്തിക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നിത്യമായ നരകമാണ്. അപ്പോൾ എന്തെല്ലാം ഈ ഭൂമിയിൽ നേടിയാലും, എന്തെല്ലാം നിങ്ങൾ സ്വരൂപിച്ചു കൂട്ടിയാലും, മരണം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനപ്പുറത്തേക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് അഗ്നിജ്വാലയാണ്, നിത്യമായ നാശമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതെ, ഇന്ന് പകലിൽ ആ വഴിയെക്കുറിച്ച് ഇന്ന് വൈകിയ വേളയിൽ ആ വഴിയെക്കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, എല്ലാ മനുഷ്യരും പാപികളാണെന്ന് വചനം വിളിച്ചു പറയുമ്പോൾ എല്ലാ മനുഷ്യനെയും രക്ഷിപ്പാൻ വേണ്ടി ഈ ദൈവം തന്നെ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ആ ദൈവമത്രേ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു. അവൻ ആരായിരുന്നു? അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. സാക്ഷാൽ ദൈവമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശു ചെയ്തു. ഒടുവിൽ യേശു ഈ ഭൂമിയിൽ മരിക്കുവാനിടയായി തീർന്നു. അവൻ കടന്നു വന്നത് തന്നെ മരിക്കുവാൻ വേണ്ടിയാണ്. ആർക്ക് വേണ്ടി? സകല മനുഷ്യരുടെയും പാപത്തിന് വേണ്ടി, സകല മനുഷ്യർക്കും പകരമായി മരിക്കുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. 3.5 വർഷം ശുശ്രൂഷിച്ച യേശുവിനെ കാൽവരിയിൽ കൊല്ലുവാൻ അല്ലെങ്കിൽ ക്രൂശിക്കുവാനിടയായി തീർന്നു. യേശു മരിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റു. എന്തുകൊണ്ടാണ് യേശു മരിച്ചത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വിശുദ്ധ ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് യേശു മരിക്കുവാൻ ഇടയായി തീർന്നത്. പാപത്തിന്റെ പരിണിത ഫലമായി യേശു നമുക്ക് വേണ്ടി, നമുക്ക് പകരമായി മരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, യേശു മരിച്ചത് കൊണ്ട് എന്റെ പാപത്തിന് എങ്ങനെയാണ് മോചനം കിട്ടുന്നത്? വിശുദ്ധ ബൈബിൾ വ്യക്തമായി
ഉത്തരം പറയുന്നു. യേശുവിനെ കർത്താവിന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതേ സ്നേഹിതാ, നിങ്ങൾ ഒരു പാപിയാണെന്നും നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നതെന്നും നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചതെന്നും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ യേശുവെ നിനക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും, നിന്നെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിപ്പാൻ തയ്യാറാണെങ്കിൽ ഈ നിമിഷം സ്വീകരിക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. വിശുദ്ധ ബൈബിൾ പറയുന്ന യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ യേശുവിനെ സ്വീകരിക്കൂ, നിത്യ രക്ഷ അവകാശമാക്കൂ. യേശു അല്ലാതെ മറ്റൊരു രക്ഷാമാർഗമുണ്ടോ? ഇല്ലവേ ഇല്ല. ബൈബിൾ വ്യക്തമായി പറയുന്ന മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു മാർഗവുമില്ല. യേശുവിലൂടെ അല്ലാതെ ഒരു രക്ഷ ഉണ്ടെന്ന് കരുതി, രക്ഷാമാർഗമുണ്ടെന്ന് കരുതി നിങ്ങൾ പോകുന്ന എല്ലാ വഴികളും നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും